ചേച്ചി നമുക്ക് വെള്ളത്തിൽ നീന്തൽ മത്സരം കളിച്ചാലോ? പോടാ, എനിക്ക് വേണ്ടിയാ വെള്ളത്തിലേക്ക് ഇറങ്ങാന്. പിള്ളേരെ നിങ്ങൾ ഇവിടെ ഇരിക്കുമായിരുന്നോ? നിങ്ങൾ തപ്പാത്ത സ്ഥലമില്ലല്ലോ. നിങ്ങളുടെ അമ്മമാരെന്നാണ് നിങ്ങൾ നോക്കി നടക്കുക. അയ്യോ, എന്താ എന്ത് പറ്റി? ഞങ്ങൾ കളിക്കാൻ വേണ്ടി വന്നേ ഇങ്ങോട്ട്. എന്നാലും കളി മതിയൊക്കെ അവരവരുടെ വീട്ടിലോട്ട് പോകും. എന്താണെന്നറിയോ, ഒരാനയെങ്കിൽ കാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ട് കാട്ടാനെങ്കിൽ നാട്ടിലിറങ്ങിയെന്ന്. നിങ്ങൾ അവരുടെ വീട്ടിൽ പോകും. പ്രത്യേകിച്ച് നിങ്ങൾ ഇരിക്കുന്നുണ്ട് ഈ വെള്ളം ഉള്ളിടത്താ. ആന ഇവിടെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വെള്ളം കുടിക്കാൻ പറഞ്ഞ് ഇങ്ങോട്ട് ഓടി വരും. കാട്ടാനെങ്കിൽ എന്തായാലും ഇറങ്ങി ഒറ്റക്കൊമ്പനാന്നാ പറയുന്നത്. ഒന്നാമത് അമ്മണി ഇത്രയും ദിവസം മന്ത്രവാദിന്റെ പുറകെ നടന്നുകൊണ്ടെങ്കിൽ ഞങ്ങളെങ്കിൽ ഇത്രയും 10 ദിവസമായിട്ടുണ്ട് കളിച്ചിട്ടെന്നറിയാവോ. ഇപ്പോഴാണ് കളിക്കാൻ വന്നത്. അതെ, അന്നേരം തന്നെ എൻ്റെ അടുത്ത് ആന വന്നേക്കുന്നത്. പക്ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആർക്കും പറഞ്ഞ അനുസരണയില്ല. എല്ലാവരും അവരവരുടെ വീട്ടിൽ പോകുന്നുണ്ടോ മര്യാദയ്ക്ക്? മാളൂട്ടി, ഇനി മര്യാദയ്ക്ക് എൻ്റെ കൂടെ വാ. ഞാൻ നിങ്ങളുടെ അമ്മമാരോട് പറയാൻ പോകും നിങ്ങൾ ഇവിടുന്ന് കളിക്കുന്ന കാര്യം. എൻ്റെ പിള്ളേരെ വെള്ളം ഉള്ളിടത്ത് മാത്രമേ ആ ആന വരത്തുള്ളതൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഞാൻ വെള്ളം ഉള്ളതുകൊണ്ട് വരാൻ സാധ്യത കൂടുതലെന്നാണ് പറഞ്ഞത്. അല്ലാതെ ആ കാട്ടാൻ എവിടെ ഓടി നടക്കുക. ആ ഒരെണ്ണോ ഒറ്റക്കൊമ്പൻ. നിങ്ങൾ മര്യാദയ്ക്ക് വീട്ടിൽ വന്നെങ്കിൽ വാ. ഞാനെന്തായാലും വീട്ടിലോട്ട് പോവാം. കുറച്ച് കളിച്ചിട്ടെങ്കിൽ വരുന്നെങ്കിൽ പെട്ടെന്ന് വാ. എവിടെ ഇരുന്ന് സേഫായിട്ട് കളിക്കണം കേട്ടോ. ശരി, പെട്ടെന്ന് തന്നെ എല്ലാവരും വന്നേക്കണം. ഞാൻ പോവാം. നമുക്ക് സേഫായിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കാം. ഇത് സൂപ്പർ ആയിട്ടുള്ള സ്ഥലം കേട്ടോ. അത് ശരിയാണ്, ഇവിടെ കുറച്ച് സേഫ്റ്റി ഉണ്ടെന്ന് തോന്നുന്നു. ചേച്ചി പെട്ടെന്ന് പറയാം, എന്താ കളി കളിക്കണം നമുക്ക്? നമുക്ക് അക്ക് കളിച്ചാലടാ, ഇവിടെ വരച്ചിട്ടിട്ട്. എനിക്ക് ഇഷ്ടം അക്ക്. അക്കെങ്കിൽ അക്ക് എന്തെങ്കിലും പെട്ടെന്ന് കളിച്ചു വിട്ടിട്ട് നമുക്ക് പോവാം. അമ്മണി വന്നോ? എവിടെ? ഒറ്റ അണത്തിന് അനുസരണം വേണ്ടേ? വേണ്ട, കുട്ടുമോന്, കിങ്ങിണി, അമ്മിണി, പിന്നെ മറ്റേ മാളൂട്ടി, ഇവരെല്ലാവരും ഉണ്ടെങ്കിൽ കാട്ടിലെ കണ്ടിരുന്ന് കളിക്കുന്ന കണ്ടെന്ന് പറഞ്ഞ് അവരുടെ ആ മാളൂട്ടിയുടെ അമ്മ പറഞ്ഞ്. നളിനി എന്നോട് പറഞ്ഞ്. പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞ് പിള്ളേരോട് വീട്ടിൽ പോരാൻ പറഞ്ഞിട്ട് ഒറ്റയൊന്നും കേൾക്കുന്നില്ല. എല്ലാവർക്കും കളിച്ചേ മതിയാവും പറഞ്ഞിട്ട് വേറെ എങ്ങാണ്ടൊക്കെ പോയെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയത്തില്ല പിള്ളേരുടെ അഹങ്കാരം. അയ്യോ, ആ നളിനി പറഞ്ഞില്ലേ ആന വരുന്ന കാര്യം? പിന്നെ പിള്ളേരെന്താ പറയുന്നത് കൂടെ? അത് തന്നെയല്ലേ എൻ്റെ ചേട്ടാ, പിള്ളേർ വന്നിരിക്കുന്ന ആ നളിനിക്ക് പിടിച്ചോണ്ട് വരാൻ മതിയായിരുന്നു പിള്ളേരെ. മാളൂട്ടി വരെ കൊണ്ടുപോകാൻ തിരിച്ചു പോയേക്കുന്നു പുള്ളിക്കാരത്തി. പിന്നെ നിന്നോട് ഇപ്പൊ ആരെയും വിവരം വിളിച്ചു പറഞ്ഞു? നളിനി വിളിച്ചു പറഞ്ഞു നിന്നോട്? ഇനിയിപ്പോ എന്റെ നളിനി വിളിച്ചതേ ഉള്ളൂ. പിന്നെ പിള്ളേരെങ്കിൽ പെട്ടെന്ന് കളിച്ചിട്ട് പെട്ടെന്ന് നളിനിയുടെ പുറകെ തന്നെ പോരാന്ന് പറഞ്ഞു. അങ്ങനെ നളിനി എന്നെ സമ്മതിച്ച് പോകുന്നെന്ന് പറഞ്ഞ്. എന്നാ പിന്നെ പെട്ടെന്ന് പിള്ളേർ വരുമായിരിക്കും. എന്നാലും ആന ഇറങ്ങിയേക്കൂല്ലേ? ആകെപ്പാടെ ഒരു ഭയമാകുന്നു. ഒറ്റക്കൊമ്പനാന്നൊക്കെയാ പറയുന്നത്. ഞാൻ വേണ്ട വാർത്ത വെച്ചോണ്ടിരിക്കുവായിരുന്നടി. വാർത്തക്കകത്ത് പറഞ്ഞു ഒറ്റക്കൊമ്പനാകുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. 2-3 ദിവസമായിരുന്നു അത് കാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. കാട്ടിലൊക്കെ ഇറങ്ങി ഇപ്പൊ എനിക്ക് വരൾച്ചയൊക്കെ ഇല്ലയോ, അതിന് നാട്ടിലോട്ട് വെള്ളം കുടിക്കാനും ആഹാരത്തിനൊക്കെ ഇറങ്ങിയതായിരിക്കും. കളി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ തോറ്റ. അല്ലെങ്കിൽ നിങ്ങളൊക്കെ അടിച്ച് വരുത്തിയത്. തോറ്റ് കഴിയുമ്പോൾ ഓരോരോ എക്സ്ക്യൂസാ പറയുന്നത്. ഒന്നാണ് മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുക. എന്നിട്ട് അവന്റെ കരച്ചില് ആദ്യം വിളിച്ചപ്പോ അപ്പൊ തന്നെ നമ്മളങ്ങ് പോകണ്ടായിരുന്നു. കൊണ്ടുപോ എന്നെ അടുത്ത് കളിക്കണം പറഞ്ഞ നിർബന്ധം. പിന്നെ എനിക്ക് മാത്രമാണ് കുട്ടി, എന്നെ വന്ന് കുറ്റപ്പെടുത്തുക.
ഞാൻ ആരെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കിയിരിക്കുമായിരുന്നു. നല്ല ചുണക്കുട്ടനും ചുണക്കുട്ടിമാരും അതല്ലോ ഉള്ളത്. പോരുന്നോ എൻ്റെ കൂടെ? എന്താ നിങ്ങൾ പറഞ്ഞത്? എൻ്റെ കൂടെ വരുന്നില്ലെന്നോ നിങ്ങൾ? എൻ്റെ സ്വഭാവം മാറുത്തോ? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് നീയൊക്കെ. അല്ലേ തന്നെ ഞാനെന്തിന് ദേഷ്യം പിടിക്കുന്നത്? നിങ്ങളൊക്കെ വരുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനങ്ങ് കയ്യും വീശി അങ്ങ് പോവോ? നിന്നെയൊക്കെ കൊണ്ടുപോകാനുള്ള വിദ്യ എൻ്റെ കയ്യിലുണ്ട്, നല്ല ചെപ്പടി വിദ്യ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ നീയൊക്കെ ഞാൻ പറഞ്ഞ അനുസരിക്കണമെന്ന് മാത്രം. അനുസരിച്ചില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ ചവിട്ടി ആയിരിക്കും. ഓരോരുത്തരായിട്ട് വന്ന് ഈ ക്ലോക്കിനകത്ത് തൊട്ടെ. തർക്കിച്ച് നിൽക്കാതെ ഓരോരുത്തർ വന്ന് തൊടാനാ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നിൽക്കുന്ന ക്രമത്തിൽ തന്നെ വന്ന് ഓരോരുത്തർ വന്ന് തൊടും. ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളെ ആദ്യം വന്ന് തൊടും, അതിന്റെ ബാക്കി നിൽക്കുന്ന ആൾ പിന്നെ അങ്ങനെ എല്ലാവരും തൊടു വന്ന്. അടുത്ത ആൾ വന്ന് തൊട്ടെ. അങ്ങനെ എല്ലാരെയും കടത്തി ഞാൻ. പിന്നെ നിന്നെയൊക്കെ ഞാൻ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വിട്ടാന്ന് വിചാരിച്ചു. ഇതാ എൻ്റെ സ്ഥലം, എൻ്റെ വാസസ്ഥലം ഇതാ. നിങ്ങളെ ഞാൻ ഇവിടോട്ടാണ് കൂട്ടിക്കൊണ്ട് വന്നത്. ഒരാളുണ്ടായിരുന്നല്ലോ കൂടെ, ആ കൊച്ചു ചെറുക്കൻ. അവനെവിടെ പോയി? ആ എന്തായാലും 3 പേരെ കിട്ടിയല്ലോ, പോയത് പോട്ടെ. എനിക്ക് നിങ്ങളെ മതി. ഞാൻ പോയി വെള്ളം കുടിച്ചിട്ട് വരട്ടെ. അങ്ങ് മരീചിക കാണുന്ന കണ്ടില്ലേ, അതൊന്നും അല്ല വെള്ളം, അല്ലാതെ വേറെ സ്ഥലമുണ്ട് വെള്ളം കിട്ടുന്നത്. അവിടെ പോയി ഞാൻ വെള്ളം കുടിച്ചിട്ട് വരട്ടെ. എല്ലാം ഇവിടെ തന്നെ കാണണം. സംഭവിച്ചത് ഞാനെന്താ ശാന്ത ചേച്ചി നളിനിയെല്ലാം വിളിച്ചിട്ടുണ്ട്. അവർ അച്ഛനെയൊക്കെ വിളിച്ചിട്ടുണ്ട് ഇങ്ങോട്ട്. ചേട്ടൻ എങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞല്ലേ വരത്തുള്ളൂ. ചേട്ടൻ പറഞ്ഞു, ചേട്ടനെ ഞാൻ വിളിച്ചറിയിച്ചു. ചേട്ടനാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. എത്തിയോ? ഞാൻ എത്ര തവണ പിള്ളേരോട് പറഞ്ഞു തന്നറിയോ, ആന ഇറങ്ങിയിട്ടുണ്ട് പിള്ളേരെ വാന്ന്. അതായത് അവർ പറഞ്ഞ് കളിച്ചിട്ടേ വരത്തുള്ളൂ. നളിനി പക്ഷെ അവരെ ഫോഴ്സ് ചെയ്ത് വിളിക്കട്ടായിരുന്നു. അവർ പിന്നെ കളിക്കട്ടെ പറഞ്ഞിട്ട് നളിനി എന്തിനാ അവരെ വിട്ടുകളഞ്ഞത്? പിന്നല്ലേ നളിനിയുടെ ഭാഗത്തായത് മിസ്റ്റേക്ക്. നളിനി എന്താ എന്നിട്ട് പിള്ളേരെ വിളിച്ചിട്ട് പോരാൻ എന്നിട്ട് നളിനി എന്നെ പറഞ്ഞത് കുറച്ചുകൂടെ കളിച്ചിട്ട് വരാന്. എന്റെ ചേച്ചി പിള്ളേർ കേൾക്കണ്ടേ? പിള്ളേർക്ക് പറഞ്ഞ അനുസരണയുണ്ട്. ഇപ്പൊ പണ്ടത്തെ പോലാണോ? എന്തായാലും കുട്ടുപോനെങ്കിലും വന്നോണ്ടല്ലേ നമ്മൾ വിവരം അറിഞ്ഞത്. ഇനി തമ്മിക്കൾ തർക്കിക്കാൻ നമുക്ക് ഈ അടുത്ത കാര്യത്തിൽ നോക്കാം. ചേട്ടൻ വരട്ടെ എന്തായാലും. ഏത് കാടാന്ന് പറഞ്ഞത്? ആ കാട്ടിൽ പോയി നോക്കായിരുന്നു പിള്ളേർ അവിടെ ഉണ്ടോന്ന്. അപ്രത്യക്ഷപ്പെട്ടതല്ലേ മോനെ പറഞ്ഞത്? പിള്ളേർ അവിടെ ഇല്ലെന്നല്ലേ കുട്ടുപോൻ പറഞ്ഞേ? എന്തായാലും നമുക്ക് അവിടെ തന്നെ പോയി അന്വേഷിക്കാം. ആ ചേട്ടൻ വന്നോ? എടാ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ പോയി അന്വേഷിക്കാതെ കാട്ടില്. നിങ്ങളുടെ ശ്രദ്ധക്കുറവുണ്ടാ ഇങ്ങനെ സംഭവിച്ചത്. ഒന്ന് പിള്ളേരെ സൂക്ഷിക്കേണ്ടതായിരുന്നു. മധു ഇനി ഒന്നും പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. നമുക്ക് പെട്ടെന്ന് കാട്ടിലോട്ട് പോവാം. അമ്മ ഇവിടെ നിന്ന് ഞങ്ങളെല്ലാം പോയിട്ട് വരട്ടെ. പെട്ടെന്ന് വരണേ മക്കളെ. ആ ശരി അമ്മേ. ഈ ആനയ്ക്ക് ഇറങ്ങാൻ കണ്ട നേരം ഇവിടെ ഒന്നും നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല പിള്ളേരെ. എടാ ആ ക്ലോക്ക് കണ്ടെത്തിയായിരുന്നെങ്കിൽ നമുക്ക് ആ ക്ലോക്കിനകത്തുള്ള കുട്ടൻ്റെ സ്ഥലം മനസ്സിലാവുമായിരുന്നു. കാരണം ആ ക്ലോക്ക് പിള്ളേർ തൊട്ടപ്പോഴല്ലേ അപ്രത്യക്ഷമായെന്ന് പറഞ്ഞത്. അതായത് അന്നേരം പിള്ളേർ കാണാമായിരുന്നില്ലേ പറഞ്ഞ ക്ലോക്ക് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിച്ചാലോ? ആ ശരിയെന്നല്ലോ, ആ മരത്തിന്റെ അപ്പുറത്ത് കിടക്കുന്നത്. ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. ഇങ്ങോട്ട് വന്ന് നമ്മൾ അങ്ങോട്ട് വന്നു തുടങ്ങിയപ്പോ
ഞാനൊന്ന് ഇത് തൊട്ട് നോക്കട്ടെ എന്തോ സംഭവിക്കുന്ന അറിയാലോ. ദേ ചേട്ടനെ കാണാതായല്ലോ. ആഹാ അത്രയ്ക്കായോ? ഇതെന്തൊരു ബ്ലോക്കാ ഇത്? ഒരു പോലീസുകാരനെ വരെയല്ല കാണാതായത്. എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ അതിനകത്ത് പോയി പിടിക്കല്ലേ, നിങ്ങളും അപ്രത്യക്ഷമാകും. എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാനൊന്ന് പിടിച്ച് നോക്കട്ടെ. ദേ ചേട്ടനെ കാണാതായല്ലോ. ഇത് നമ്മളാ കഴിയും, അത് തൊടല്ലേ. അയ്യോ ഇതേത് സ്ഥലമാണ് ഇത്? ഇത് മരുഭൂമിയില്ല. ഞാനെങ്ങനെ ഇവിടെ എത്തി? അതിൽ തൊട്ടപ്പോഴത്തേക്ക് ഞാൻ മരുഭൂമിയിലാണല്ലോ വന്നത്. മസു നീ ഇവിടെ എത്തിയോ? നമ്മൾ രണ്ടുപേരും അതിൽ തൊട്ടപ്പോഴത്തേക്ക് ഇവിടെ എത്തി. അപ്പൊ അതിനെന്തോ ഊട്ടൻസ് ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് ഇത് തൊടുന്നവരല്ലേ ഇവിടെ ആയിരിക്കും എത്തുന്നത്. എടാ അപ്പൊ പിള്ളേർ ഇവിടെ തന്നെ കാണാതിരിക്കും. നമുക്ക് പിള്ളേരെ സെർച്ച് ചെയ്യാം. ദേ ഇപ്പൊ ക്ലോക്ക് കാണാനില്ല. ഇവിടെ നോക്കിക്ക് തോണ്ടാൻ 3 പേരോട് അവിടെ ഇരിക്കുന്നത്. എവിടെ? ആ ശരിയാണ്, 3 പേരോട് വട്ടം കൂടി ഇരിക്കുന്നത്. വാടാ പെട്ടെന്ന് അങ്ങോട്ട് പോവാം. ഇനി നമുക്ക് ആ ലിറിലില്ലാരുടെ കണ്ണ് വെട്ടിച്ച് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമെന്ന് നോക്കാം. രാത്രി നമുക്ക് എന്തായാലും ഇവിടെ രക്ഷപ്പെടാൻ നോക്കാം. നമുക്കെങ്കിലേ മെയിൻ റോഡ് കണ്ടുപിടിക്കണം ആദ്യം, എന്നാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ശരിയാടി, നമുക്ക് ആദ്യം മെയിൻ റോഡ് കണ്ടുപിടിക്കണം. എന്നിട്ട് അവിടെ പോയിട്ട് ഏതെങ്കിലും വണ്ടി ആരെങ്കിലും കൈ കാണിച്ചു പോവാം. അയ്യോ തോട്ട് നോക്കിയേ, നിങ്ങൾ അച്ഛന്മാരല്ലേ വരുന്നേ? അയ്യോ ശരിയാടി, തോട്ട് അച്ഛന്മാരെ വരുന്നേ. നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? ഒന്നും പറയണ്ട. നിങ്ങൾ അന്വേഷിച്ച് ഞങ്ങളെ കാട്ടിച്ചപ്പോഴത്തേക്ക് ഒരു ക്ലോക്ക് ഇരിക്കുന്നുണ്ട്. ആ ക്ലോക്കില്ല ഞങ്ങൾ രണ്ടുപേരും പിടിച്ചപ്പോൾ ഞങ്ങൾ എത്തിപ്പെട്ടത് ഇവിടെ. അയ്യോ അപ്പൊ ആ ക്ലോക്കിൽ തൊടുമ്പോ ഇവിടെ എത്തുന്നല്ലേ? മക്കളെ ഇത് ഏത് സ്ഥലമൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ ആരും ഇവിടെ എത്തിച്ചെന്നല്ല അറിയാവോ? ഞങ്ങൾ ഇവിടെ എത്തിച്ച് വേറെ ആരും അല്ല, ലിറിലില്ലാറില്ല. ലിറിലില്ലാറില്ലയോ? ആഹാ അപ്പൊ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞത് എല്ലാവരും പറഞ്ഞില്ലേ? അപ്പൊ അത് ലിറിലില്ലാറില്ലായിരുന്നല്ലേ? ഞങ്ങൾ ഇവിടെ പേടിച്ച് ഒളിച്ചിരിക്കുക. ലിറിലില്ലാറിൽ ഇവിടെ കറങ്ങി എളുപ്പുണ്ട്. ഞങ്ങളോട് തന്നെ ഇങ്ങനെ വന്നായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞ് വെള്ളം കുടിച്ചിട്ട് വരാൻ പോയതാ. എപ്പോ ഇനി എത്തുമെന്ന് അറിയത്തില്ല ചാ. നമുക്ക് ആ സമയത്ത് ഇവിടെ സ്ഥലം വേണം. മക്കളെ നമുക്കൊരു കാര്യം ചെയ്താലോ? എടാ മസു നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് ആ വീണ്ടും ആ ക്ലോക്കിനകത്ത് പോയി പിടിച്ചാലോ? എടാ ഞാനും തന്നെ ആലോചിച്ചത്. നമ്മൾ ആ ക്ലോക്കിൽ പിടിച്ചപ്പോൾ ഇവിടെ എത്തിയത്. അപ്പൊ നമ്മൾ വീണ്ടും പിടിച്ചു കഴിഞ്ഞാൽ എന്തായാലും അവിടെ തിരിച്ചെത്തുമായിരിക്കും. നമുക്ക് നോക്കിയാലോ? ആ ശരിയാ മക്കളെ, ലിറിലില്ലാറിലെ എവിടെ പോയേക്കുന്നല്ല അറിയാവോ? എവിടെ പോയെന്ന് അറിയത്തില്ല അങ്ങളെ. എന്തായാലും വെള്ളം കുടിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞേ. മരീചിക്ക് എവിടെ കണ്ട് അല്ല, മരീചിയെ പോകത്തില്ലെന്നാ പറഞ്ഞത്. മരീചിക എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളം ഇല്ലല്ലോ. അത് നമുക്കിങ്ങനെ തോന്നല്ലേ, വെള്ളം ദൂരമുള്ളതായിട്ടൊക്കെ. അതായിരിക്കും അങ്ങനെ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞത്. ഏതായാലും ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് നമുക്ക് ആ ക്ലോക്ക് കണ്ടുപിടിക്കാം. ആ ശരിയാടാ, വേഗം വാ. എടാ കെട്ടിപ്പോടാ ക്ലോക്ക്. വേഗം വാ മക്കളെ, നമുക്ക് ആ ക്ലോക്കിൽ പോയി പിടിക്കാം. ആഹാ എവിടെ പോവും എല്ലാരും? പുതിയ 2 അതിഥികളുണ്ടല്ലോ. അപ്പൊ എനിക്ക് കുശാലായല്ലോ. ആ അതെ ലിറിലില്ലാറില്ല. ഞാനാണെങ്കിൽ ഭയങ്കര ഫാനല്ല ലിറിലില്ലാറിലേറെ. എനിക്കാണെങ്കിൽ ലിറിലില്ലാറിലയുടെ അടിമയായിട്ടാണെങ്കിൽ ഇവിടെ ജീവിക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇതെൻ്റെ കൂട്ടുകാരനാ. ഇവനും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ലിറിലില്ലാറിലയുടെ കൂടെ ഒരു കൂട്ടുകാരൻ എന്നെ ലിറിലില്ലാറിലയുടെ ഒരു അടിമയായിട്ട് ജീവിക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എത്തിയത്. ആഹാ അങ്ങനെ എനിക്ക് ഫാൻസ് ഒക്കെ ഉണ്ടോ? അപ്പോൾ എൻ്റെ അടിമയാവുന്നത് കൊള്ളാം. നിന്നെയൊക്കെ ഞാൻ പക്ഷേ എക്സ്ട്രാ എണ്ണ വരപ്പിക്കും. അതിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും ഞാൻ ബാക്കി പറയണ്ടല്ലോ. ഇല്ലില്ല, നിങ്ങൾ പറയുന്ന അനുസരിച്ച് ഞങ്ങളെല്ലാം ചെയ്തോളാം. ഞാനാണെങ്കിൽ ലിറിലില്ലാറിലേക്ക് അതെങ്കിൽ നല്ലൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ലിറിലില്ലാറിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ ഓലമടൽ ഞാൻ ഇഷ്ടംപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ആഹാ ഓലമടലോ? എവിടെ? അയ്യോ എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ഓലമടൽ എനിക്ക് ഭയങ്കര ഇഷ്ടം തിന്നാൻ. എളുപ്പം കൊണ്ടുതാ എനിക്ക്. ഞാനെങ്കിൽ കൊണ്ടുവന്ന് കഴിക്കുന്നോ അങ്ങോട്ട് നോക്കിക്കേ, അവിടെ കിടപ്പുണ്ട് ഓലമടൽ. എവിടെ? അത് മരീചികയല്ലേ കാണുന്നത്? അത് ഓലമടലാണോ? അയ്യോ അത് ലിറിലില്ലാറിലേക്ക് വേണ്ടി ഞാൻ പ്രത്യേകം കൊണ്ടുവന്ന് ഓലമടല. മരീചികയല്ല കാണുന്നത്, അത് ഓലമടൽ തന്നെ. ഇഷ്ടം പോലെ ഉണ്ട്. ലിറിലില്ലാറിൽ എവിടെ പോയി ഇഷ്ടം പോലെ കഴിച്ചിട്ടോ. ഞാനപ്പോഴത്തേക്ക് ഈ പിള്ളേരെ നോക്കിക്കോളാം. ഈ പിള്ളേരെങ്ങും പോകാൻ നോക്കിക്കോളാം. അതേ ലിറിലില്ലാറില്ല, ഞങ്ങൾ ഈ പിള്ളേരെങ്ങും പോകാതെ ഈ പിള്ളേരെ തടങ്കലിലാക്കി വെച്ചേക്കാം. ലിറിലില്ലാറിൽ പോയി ഇഷ്ടം പോലെ കഴിച്ചിട്ട് പോകാം ഓലമടൽ. ആ ശരി എന്നാൽ പോയി ഞാൻ ഓലമടൽ കഴിച്ചിട്ട് വരട്ടെ. ഈ പിള്ളേരെ അങ്ങ് വിട്ടുകളരുത് കേട്ടോ. എന്തായാലും നിങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഈ പിള്ളേരെ നോക്കാൻ വേണ്ടി. എല്ലാം പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ. ആ ശരി ലിറിലില്ലാറില്ല. ലാ ഓലമടൽ കിട്ടിയല്ലോ. പിള്ളേരെ എല്ലാവരും വാ, പെട്ടെന്ന് പോയി ക്ലോക്കിത്തോട്. മക്കളെ നിങ്ങളൊക്കെ ആദ്യം തൊട്ട്, ഞങ്ങൾ ലാസ്റ്റ് തൊട്ടോളാം. എടാ പിള്ളേരെ രക്ഷപ്പെട്ടാ. നാളെ നമുക്ക് പെട്ടെന്ന് പോയി തൊടാം. ആ ലിറിലില്ലാറിൽ വരുന്നതിന് മുമ്പ്. അയ്യോ തോണ്ട ലിറിലില്ലാറിൽ ഓടി വരുന്നടാ ഇങ്ങോട്ട്. നമ്മൾ പറ്റിച്ചെന്ന് മനസ്സിലായി ലിറിലില്ലാറിലേക്ക്. പെട്ടെന്ന് ഓടി വേടാ, ഓടി തൊടാ ക്ലോക്കിനകത്ത്. നിക്കടാ അവിടെ, നീയൊക്കെ എന്നെ പറ്റിക്കുമായിരുന്നല്ലേ. വാടാ മൊത്തം ഓടി വാടാ, നിക്കടാ അവിടെ. ഒന്നിനും കാണുന്നില്ലല്ലോ, എല്ലാം അപ്രത്യക്ഷമായല്ലോ. അവന്മാരെന്നെ ചതിക്കുമായിരുന്നല്ലേ. മരീചിക കാണിച്ചിട്ട് ഓലമടലാന്ന് പറഞ്ഞ്.